സ്മോക്കിംഗ് ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. പുകവലി അർബുദത്തിന് കാരണമാകുന്നു. ഇതാരെ, സുധാകരനോ? ഓ, ഒന്നും പറയണ്ട. നല്ല ആളാ. എൻ്റെ പയ്യന് പെണ്ണന്വേഷിക്കാന്ന് പറഞ്ഞിട്ട് അന്ന് പോയ പോക്കാലോ. ഇന്നാ വരുന്നേ? അത് പറയാനല്ലേ ഞാൻ വന്നേ. ഒരു പെണ്ണ് ശരിയായിട്ടുണ്ട്. ആരാ ലക്ഷ്മി അത്? ഏട്ടാ, അത് നമ്മുടെ ബ്രോക്കർ സുധാകരനാ. ഓ, ഇതാര്? സുധാകരനോ? എന്തോ ഒരു കാര്യമുണ്ടല്ലോ സുധാകരൻ ഇതുവഴിക്ക് വരാൻ. അത് പറയാനാ പക്ഷേ ഞാൻ വന്നേ. നല്ലൊരു ആലോചന ഒത്തു വരണ്ടേ? ഇപ്പോഴത്തെ പെൺകുട്ടിക്കൊന്നും കല്യാണം വേണ്ട ചേച്ചി. എന്തു ചെയ്യാനാ? പിന്നെ ഇപ്പോൾ ഒരു നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. ഒറ്റ മോള്, പിന്നെ നല്ല വിദ്യാഭ്യാസം, പിന്നെ ജോലിക്ക് അന്വേഷിക്കുന്നു. അപ്പം നമുക്കതൊന്ന് നാളെ അവിടം വരെ ഒന്ന് പോയി നോക്കിയാലോ? എന്നാ അങ്ങനെ ആവാം. ഏട്ടാ, അടുത്ത പണി വരുന്നുണ്ട് കേട്ടോ. പണിയാ? പെണ്ണ് കാണലോ അങ്ങനെ എന്തോ ആണ്. എത്തിയോ? എന്താ ലേറ്റ് ആയത്? ഭയങ്കര ട്രാഫിക് ആയിരുന്നു സാറേ, കുടുങ്ങിപ്പോയി. ഇതാരാ? ഞാൻ ഫ്രണ്ടാ. ഇത് പയ്യൻ്റെ ഫ്രണ്ടാ സാറേ. ഇപ്പം പിന്നെ ഈ പെണ്ണ് കാണലെല്ലാം ഫ്രണ്ട്സാണല്ലോ കൂടെ പോകുന്നത്. ആ, അത് നന്നായി. അങ്ങനെ തന്നെ വേണ്ടിയത്. ബാ, എന്നാ പിന്നെ മോളെ വിളിച്ചോ. എന്താ നാത്തോനെ ഇത്? എത്ര നേരായി അവര് വെയിറ്റ് ചെയ്യുന്നു. വരൂ, ഈ പെണ്ണെന്താ ഇങ്ങനെ? വരൂ. സുന്ദരിയായിട്ടുണ്ട്. എന്നാ പിന്നെ ചെക്കനും പെണ്ണനും സംസാരിക്കണമെങ്കിൽ സംസാരിച്ചോട്ടെ. അത് ചോദിക്കാനുള്ളതെല്ലാം ചോദിച്ചോടാ. നിഷ എന്ത് ചെയ്യുന്നു? ഞാൻ എന്താ കാർത്തിയാനി ചേച്ചി മുഖത്തൊരു വിഷമം? എന്താ ഈ പെണ്ണ് കാണാൻ പോയിട്ട്? എന്ത് പറയാനാ ഫാത്തിമ, പെണ്ണൊക്കെ നല്ലതാ. പ്രശ്നം നമ്മുടെ പയ്യനാ. അവൻ്റെ പല്ല് കാരണം കല്യാണം മുടങ്ങി. അതിനെന്തിനാ നിങ്ങൾ ഇത്ര ബേജാറാവുന്നേ? നിങ്ങൾ KMCT ഡെന്റൽ കോളേജിൽ പോയിക്കോളൂ. അവിടെ മോണരോഗ വിഭാഗം ഇല്ലേ? അവിടെ അതിനുള്ള പരിഹാരം ഉണ്ടല്ലോ. ശരിക്കും? എക്സ്ക്യൂസ് മീ മാം. യെസ്, മാം, ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. മാം ഒന്ന് വന്ന് നോക്കുമോ? ഞാൻ ഇപ്പോൾ വരാം. ഇത് അത്ര പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. കുറച്ച് തവണ വരേണ്ടി വരും. അതുകൂടാതെ റെഗുലർ ചെക്കപ്സ് ഉണ്ടാവും. ഞങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യണം. ഇതൊക്കെ ശരിയാക്കി എടുക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. ഓക്കെ, കംപ്ലീറ്റ്ലി ഓക്കെ ആവില്ലേ ഡോക്ടർ? ഓ, ശരിയാക്കി തരാം. ആദ്യം തന്നെ പല്ലിൻ്റെ മുകളിൽ പിടിച്ചിരിക്കുന്ന കറകളും ഇത്തലും നമ്മൾ ക്ലീൻ ആക്കും. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മോണേന്ന് ഉള്ളോട്ടും ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ ബ്രഷ് ചെയ്യുന്ന രീതിയാണ്. ആദ്യം തന്നെ താഴത്തെ പല്ലുകൾ താഴ്ന്ന് മുകളിലോട്ടും മുകളിലത്തെ പല്ലുകൾ മുകളിൽ നിന്ന് താഴോട്ടും ക്ലീൻ ചെയ്യാവുന്നതാണ്. പിന്നെ പല്ലിൻ്റെ ഇടയിൽ ക്ലീൻ ആക്കാൻ ഡെൻ്റൽ ഫ്ലോസ് യൂസ് ചെയ്താൽ മതി. എല്ലാം ശരിയാക്കി തരാം, പേടിക്കണ്ട. നീ എവിടെയുള്ളേ? ഞാൻ ഇവിടെ എത്തിയിട്ട് കുറേ നേരമായി. ഞാൻ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ. സോറി.
ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഇവരുടെ കാര്യം ശരിയായി. ഈശ്വരാ, എൻ്റെ കമ്മീഷൻ ഓക്കെ.